മഴതോരും മുൻപുയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളെല്ലാം തന്നെ അറിയുന്ന വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വൈജ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന ബബിതയോട് സംസാരിക്കുന്നതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണ്. അലീനയുടെ മനസ്സറിയാൻ വേണ്ടി അലീന എല്ലാവരോടും പറയുന്നത് ആരുടെയും സ്നേഹവും സന്തോഷവും തട്ടിയെടുക്കാൻ ഞാൻ ആരുടെയും പിറകെ നടക്കുകയില്ലെന്നും ആരുടെയും സന്തോഷം കളഞ്ഞിട്ട് താനൊരു സന്തോഷം ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെയാണ്. അത് സത്യം തന്നെയാണോ? മനുവിനോട് അങ്ങനെ ഒരു അടുപ്പമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് വൈജ. വൈജയുടെ ആ ശ്രമം അവസാന ഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ബബിതയുടെ നിർബന്ധത്തിന് വഴങ്ങി അലീന ബബിതയോട് പറയുന്നുണ്ട്, ബബിതേ, ഞാൻ മനുവേട്ടനെ വിവാഹം കഴിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. മനുവേട്ടനൊന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സന്തോഷം ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? മനുവേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോഴെല്ലാം ഞാനൊരു സുരക്ഷിതത്വവും അതിലേറെ സന്തോഷവും അനുഭവിക്കാറുണ്ട്. അതൊക്കെ തുടർന്നും വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ബബിതയോട് പറയുന്നത് വൈജ കേൾക്കുന്നുണ്ട്. വൈജയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. തൻ്റെ മകൾക്ക് എന്നും ദുഃഖം മാത്രമാണ് താൻ സമ്മാനിച്ചിട്ടുള്ളത്. സ്വന്തം മകൾ കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് പോലും തൻ്റെ ചോരയിൽ പിറന്ന മകളാണെന്ന് അറിയാൻ സാധിക്കാതെ പോയ ഒരമ്മയാണ്. ആ അമ്മയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനോട് സംസാരിക്കാനായി വൈജ പോകുന്നതും. ബാലചന്ദ്രനോട് സംസാരിക്കുന്നതിന് മുമ്പായി വൈജ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് ഒരിക്കലും അലീനയോടൊരു ദേഷ്യം തോന്നരുതെന്നും അലീനയുടെ മനസ്സിൽ മനു ഉണ്ടെന്നും വൈജ പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മനു പറയുന്നുണ്ട്, ആൻറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കിയതാണ് ഞാൻ അലീനയുടെ മനസ്സ്. പിന്നെ ഈ പറയുന്നത് പോലെ അവൾ മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് അവളൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുമില്ല. അവൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ആൻറ്റി ഞാൻ പിന്നെ അവളുടെ പിന്നാലെ അധികം ചെല്ലാത്തത്. പിന്നെ ഇന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കമല എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും അവൾ എന്നെ അറിയാത്ത ഭാവത്തിൽ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ അവൾ സംസാരിച്ചപ്പോൾ എന്തെന്നില്ലാത്ത വിഷമമൊക്കെ തോന്നി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന വൈജ മനുവിനോട് പറയുന്നുണ്ട്, നീ ഈ കാര്യത്തിൽ വിഷമിക്കരുത് മനു. നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിക്കാനായിട്ട് ഈ ആൻറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഈ ആൻറ്റി ചെയ്യുമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി, അതിന് ഞാൻ ഒരിക്കലും ആരുടെയും സഹായം തേടി പോവുകയില്ല. എനിക്ക് അലീനയുടെയും ബാലചന്ദ്രൻ അങ്കിളിൻ്റെയും സമ്മതം മാത്രം മതി അതിന്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയും എന്നെ തള്ളിക്കളഞ്ഞ് തന്നെയാണല്ലേ മനു ഇട്ടിരിക്കുന്നതെന്ന്. മനു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആൻറ്റി. ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ, എൻ്റെ മനസ്സിൽ അവൾ കയറിക്കൂടിയ കാലം മുതൽ അവൾക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് മാത്രമായിരുന്നു ആളുണ്ടായത്. അപ്പോൾ എനിക്കും അവളുടെ അച്ഛനെ മാത്രമല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് മനു തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് വൈജയ്ക്ക്. വൈജ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു. അതിൽ എനിക്കത്ര വിഷമവുമില്ല. ആൻറ്റിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ആൻറ്റിക്ക് അതിൽ വിഷമിക്കാനോ മറ്റുള്ളവരോട് പരാതി പറയാനോ അവകാശമില്ലാത്ത ഒരാളാണെന്ന്. എന്തായാലും ഞാനിപ്പോൾ അതൊന്നും പറയാൻ തയ്യാറല്ല ആൻറ്റി. എന്തായാലും ശരിയെന്നാ, ആൻറ്റി എന്നെ ഇത് വിളിച്ച് പറഞ്ഞതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ വൈജ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രനെ മുറിയിൽ കാണാഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. ബാലചന്ദ്രനെ പിന്നിൽ നിന്നും എന്ത് വിളിക്കണമെന്നോ എങ്ങനെ വിളിക്കണമെന്നോ വൈജയ്ക്ക് വല്ലാത്തൊരു പരിഭ്രമത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നത്. വൈജയെ കാണുന്ന ബാലചന്ദ്രൻ വൈജയോടായി ചോദിക്കുന്നുണ്ട്, ആ എന്താണ്, പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള വരവാണോ എന്ന്. ആ ചോദ്യം തന്നെ വൈജയ്ക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ വൈജ പറയുന്നുണ്ട്, ഞാനപ്പോൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളാണോ എന്ന്.
ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന്. ഉടനെ തന്നെ വൈജ പറയുന്നുണ്ട്, ഞാൻ ആരോടും പ്രശ്നത്തിനായിട്ട് വന്നതല്ല, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന്. എന്നോട് പറയാൻ മാത്രം എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് വൈജയന്തിക്കുള്ളത്? വൈജയന്തിയെ പരിഹസിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അലീനയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന്. അലീനയെക്കുറിച്ച് നിനക്ക് സംസാരിക്കാനോ? അലീനയെക്കുറിച്ച് നീ എന്ത് സംസാരിക്കാൻ, അതും എന്നോട്? അതിൻ്റെ ആവശ്യമില്ല വൈജയ്. അങ്ങനെ നിനക്ക് സംസാരിക്കാനായിട്ട് അലീനയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തന്നെ അത് വൈജയന്തിക്ക് ഇടപെടാൻ വേണ്ടി മാത്രം ഉള്ളതുമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾ എന്നെയും അലീനയെയും രണ്ടായി നിർത്തിയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇടപെടാൻ പാടില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിലേ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നിനുമില്ലാതെ മാറി നിൽക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാം അനുസരിച്ച് നിൽക്കാമെന്ന ഉറപ്പുകൊണ്ടൊന്നുമല്ല. പിന്നെ അലീനയെ കയ്യിൽ വെച്ചിരിക്കുകയാണല്ലോ നിങ്ങൾ കീ കൊടുക്കുമ്പോൾ ചലിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ പാവം അലീനയെ നിങ്ങൾക്ക് പറ്റിക്കാമായിരിക്കും. കാരണം ഒരു അനാഥാലയത്തിൽ നിന്നും വന്ന പെൺകുട്ടിക്ക് ഒരു അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും സ്നേഹം കിട്ടിയപ്പോൾ അവളുടെ കണ്ണ് മഞ്ഞളിച്ച് കാണും. പക്ഷേ നിങ്ങളൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് വെറും പ്രകടനം മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പുരുഷനും തൻ്റെ ഭാര്യയ്ക്ക് ആദ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ പിഴച്ചുണ്ടാകുന്ന ഒരു മകളെ എങ്ങനെയാണ് സ്വന്തം മകളായി കാണാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ അത്രയ്ക്കും വലിയവനായിരിക്കണം. അത്രയ്ക്കൊക്കെ നിങ്ങളുണ്ടെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. വൈജയുടെ വാക്കുകൾ കേട്ട് ബാലചന്ദ്രന് ഒരു പുച്ഛമാണ് തോന്നിയത്. കൊള്ളാം, താൻ ഭാര്യയുടെ എല്ലാ പഴയകാല മോശപ്പെട്ട കഥകൾ അറിഞ്ഞിട്ടും ഇപ്പോഴും ഒരു വീട്ടിൽ തന്നെ തുടരുന്നത് തന്നെ തൻ്റെ നല്ല മനസ്സാണെന്നാണ് നിൻ്റെ സഹോദരങ്ങൾ പോലും പറഞ്ഞത്. എന്നോടോ വൈജയ് നീ ഈ കിടന്ന് പ്രസംഗിക്കുന്നത്? നീ എത്രയൊക്കെ പ്രസംഗിച്ചാലും നീ ഇപ്പോൾ ഈ വന്ന കാര്യം എന്ത് പറയാനാണോ ഇവിടേക്ക് വന്നത് അത് നീ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് നിൻ്റെ ഒരു സഹായവും അതിന് വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി നിന്നോട് സംസാരിക്കാനും എനിക്ക് താല്പര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്ത് അവകാശം വെച്ചിട്ടാണ് ഈ കിടന്ന് ചിലയ്ക്കുന്നതെല്ലാം? 23 വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രസവിച്ചുപേക്ഷിച്ച മകളാണ് ഇന്ന് എൻ്റെ കയ്യിലേക്ക് കിട്ടിയ അലീന. ആ അലീന ഞാൻ പറയുന്നതനുസരിച്ച് അവളുടെ അമ്മയെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും ഒന്നും മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ച് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാക്കിക്കൂടെ? അവൾ നിന്നെയാണോ എന്നെയാണോ കൂടുതൽ വിലപിക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും? കഷ്ടം തന്നെ. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാഞ്ഞിട്ടാണോ അതോ മനസ്സിലാക്കേണ്ടെന്ന് സ്വയം തോന്നിയിട്ടാണോ? നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്നോട് അലീന നല്ല രീതിക്ക് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അലീനയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന പേടി കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിലും അവൾക്ക് അവളുടെ അമ്മയെയും സഹോദരങ്ങളെയും കാണാമല്ലോ എന്നോർത്തിട്ട്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നതുപോലും അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അവൾ ബബിതയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അവൾക്ക് മനുവിനെ ഇഷ്ടമാണെന്ന്. ആ കമലയെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കമലയ്ക്ക് വിഷമമാവുമെന്ന് കരുതിയിട്ടാണ് അവൾ ആ ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വയ്ക്കുന്നതെന്ന്. ഓ, ഇതാണോ നീ കണ്ടുപിടിച്ച് എന്നോട് അഭ്യർത്ഥിക്കാൻ വന്ന വലിയ കാര്യം? എങ്കിലേ ഈ കാര്യം എനിക്ക് നന്നായിട്ടറിയാവുന്നത് തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും ഞാൻ മനസ്സിലാക്കിയതല്ല. അവളെയും മനുവിനെയും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ ആയിരിക്കുന്നു. മനുവിനോട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ അവളെ നേരിട്ട് പ്രപ്പോസ് ചെയ്തതും. അവളുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് തിടുക്കുണ്ടോ വൈജയ് നിനക്ക്? അറിയാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്. അലീനയ്ക്ക് സമ്മതമാണെങ്കിലേ എനിക്ക് വേറെ ആരുടെയും സമ്മതം വേണ്ട. മനുവും അലീനയും ഒന്നിച്ച് ജീവിക്കണമെന്ന്
അവർ തമ്മിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ടായിട്ട് ഈ ഞാനുണ്ടാകും. അതിന് ഞാൻ ആരുടെ വാക്കെടുത്താലും ഈ നിൽക്കുന്ന വൈജയന്തിയുടെ വാക്ക് മാത്രം ബാലചന്ദ്രൻ എടുക്കുമെന്ന് നീ ഒട്ടും വിചാരിക്കേണ്ട വൈജയ്. പിന്നെ ഒരു വാക്ക് വൈജയ്ക്ക് തിരിച്ച് പറയാൻ പോലും കഴിയാതെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. വൈജയന്തി വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് വൈജ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, തനിക്കിനി അലീനയ്ക്കും മനുവിനും വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. അതേ സമയത്താണ് വൈജയ്ക്ക് മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത കടന്നു വരുന്നത്. ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ശിവേട്ടനെ വിളിക്കുകയാണ് വൈജ. ശിവേട്ടൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, എന്താ വൈജേ ഈ സമയത്ത്? ശിവേട്ട, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ശിവേട്ടൻ ഇപ്പോൾ ഫ്രീ അല്ലേ? സംസാരിക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലില്ല, ഞാൻ ഫ്രീ തന്നെയാണ്, നീ പറഞ്ഞോ. ശിവേട്ട, ഇവിടെ അലീനയുടെയും മനുവിൻ്റെയും കാര്യം ശിവേട്ടനെ അറിയാമല്ലോ. അതെന്താ ഇത്ര അറിയാൻ മാത്രം? ശിവേട്ട, അത് തന്നെ, മനുവിന് അലീനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞതോടുകൂടിയുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നമുണ്ടായതൊക്കെ നിൻ്റെ വീട്ടിൽ വന്നിട്ട് തന്നെയാണ്. ഇവിടെ മനു അത് പറഞ്ഞു, അവനവൻ്റെ പാട് നോക്കി അവൻ പോവുകയും ചെയ്തു. പിന്നെ അവൻ പറഞ്ഞ നിലപാട് ഒരിത്തിരി കടുത്തതായിപ്പോയി. അവൻ കമലയെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ സ്വയം സമാധാനിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, ആര് സമ്മതിച്ചില്ലെങ്കിലും അവന് അലീനയുടെ സമ്മതം മാത്രം മതിയെന്ന് ഈ വിവാഹത്തിന്. അങ്ങനെ അവൻ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ വിവാഹം നിങ്ങളെല്ലാവരും കൂടി ഭംഗിയാക്കി നടത്തി തരണമെന്ന് അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ കമലയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരില്ലായിരുന്നു. ശിവേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നേ? കമലേടത്തിയുടെ സ്വഭാവം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാ? ആ കാര്യം ശരിയായിരിക്കാം, പക്ഷേ മനു പറഞ്ഞ ആ ഒരു വാക്ക് അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അവനങ്ങനെ അലീനയോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എതിര് നിൽക്കാനൊന്നും പോകുന്നില്ല വൈജയ്. പിന്നെ അവിടെ വന്ന് കമൽ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് പോയിക്കോട്ടെ എന്ന് അലീനയ്ക്കും വിചാരിച്ചാൽ പോരായിരുന്നോ? പക്ഷേ അതിന് മറുപടിയായിട്ട് അലീനയും വലിയ സത്യങ്ങളും പ്രതിജ്ഞയൊക്കെ എടുത്തു. അതാണല്ലോ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്. അലീന അങ്ങനെയൊക്കെ പറഞ്ഞതോടുകൂടി മനുവിനാകെ സങ്കടമായി. മനു ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഞാനായിട്ട് എന്ത് പറയാനാ? നിനക്കറിയാവുന്ന കഥകളല്ലേ? ആ എനിക്കറിയാം. അതുകൂടാതെ ശിവേട്ടൻ കമലേടത്തിയോട് ഞാനും അലീനയും തമ്മിലുള്ള ബന്ധം കൂടിയും പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് പരിഹസിക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കമലേടത്തി. പറയാതെ മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ ഒരു തരി ബോധം എന്ന് പറയുന്ന സാധനം ആ കമലയ്ക്കില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ അതിൽക്ക് അങ്ങ് എടുത്ത് ചാടും. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് തണുത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഈ വേലക്കാരിയെ മകൻ കല്യാണം കഴിക്കുന്നു എന്നുള്ള വാക്ക് അതോടുകൂടി നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ചാരസന്തതി അച്ഛനാരെന്നറിയാത്തത്, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഡയലോഗുകൾ. അല്ലാതെ അവളോടൊക്കെ എന്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം? അത് പിന്നെ ഒരു വാക്ക് അതിനിടയ്ക്ക് ശിവേട്ടൻ പറഞ്ഞില്ലേ, എല്ലാം കേട്ടിട്ട് അലീനയ്ക്ക് അങ്ങ് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, കമല അതും പറഞ്ഞങ്ങ് പോയേനേന്ന്. അതങ്ങനെയല്ല. അവളെ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് വാക്കുകളാണ് കമലയിടത്തി ഉപയോഗിച്ചത്. ഒന്നില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയാണെന്ന് പോലും കമലയിടത്തി ചിന്തിച്ചില്ല. വൈജ വളരെ വിഷമത്തോടു കൂടി തന്നെ ശിവനോട് ഇത് പറയുമ്പോൾ ശിവൻ കമലയോട് ചോദിക്കുന്നുണ്ട്, കൊള്ളാലോ വൈജേ, ഇതൊക്കെ എന്ന് തുടങ്ങി? ഈ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതും പറയാൻ പാടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ തരംതിരിക്കാൻ. ഈ പറയുന്ന അലീനയോട് തന്നെ നീ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൂട്ടിയത്. നിൻ്റെ ഭർത്താവിനെ വെച്ചുകൊണ്ടിരിക്കുന്നു, നിൻ്റെ മകനെ സോപ്പിട്ട് കയ്യിലെടുത്തിരിക്കുന്നു, നിൻ്റെ ആങ്ങളുടെ മക്കളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞവൾ നീ തന്നെയല്ലേ?
നീ തന്നെയാണോ ഇപ്പോൾ കമലയെ കുറ്റപ്പെടുത്തുന്നത്? ഇതൊക്കെ കുറ്റപ്പെടുത്താൻ നീ എന്ന് തുടങ്ങി? നിൻ്റെ മകളാണ് അലീന എന്നറിഞ്ഞപ്പോൾ അല്ലേ വൈജയ്? ശിവേട്ടനിൽ നിന്നും ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ശിവേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അന്ന് അലീനയോട് വളരെ മോശമായിട്ട് തന്നെയാണ് ഞാൻ പെരുമാറിയത്. വളരെ മോശമായിട്ടെന്ന് മാത്രമല്ല വൈജയ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ അവളുടെ അമ്മയാണെന്നറിഞ്ഞിട്ടായിരുന്നു അന്ന് അവൾ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവളുടെ കൂടെയുള്ളത് അവളുടെ സഹോദരനാണെന്നും അവളുടെ കൂടെയുള്ള മറ്റൊരാൾ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു ആ പെൺകുട്ടി അന്ന് അവിടെ കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് അവരെയൊക്കെ കൂട്ടിവെച്ച് നീ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള എന്തൊക്കെ വാക്കുകളായിരുന്നു ആ പെൺകുട്ടിയെ പറഞ്ഞത്. കൊല്ലാൻ ആളെ ഏൽപ്പിച്ചു, തട്ടിക്കൊണ്ടു പോവാൻ ആളെ ഏൽപ്പിച്ചു. ഇതൊക്കെ നീ ചെയ്തു കൂട്ടിയതാണ്, നീ മറന്നുപോയോ? ശിവേട്ട, അവൾ ഈ വീട്ടിൽ വന്നിട്ട് എത്രയോ കാലങ്ങളായി. അതൊക്കെ എൻ്റെ ആരാണ് അലീന എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രയോ നാളുകളായി. ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നോ അവളെൻ്റെ ആരാണെന്ന്? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ശിവേട്ട. അതിന് ഞങ്ങളിതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നീ എങ്ങനെയായിരിക്കും അതിനെയൊക്കെ പ്രതികരിക്കുക എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ച് ഞങ്ങൾ നടന്നത്. അതല്ല വൈജയ്, അപ്പോൾ ഇതിപ്പോൾ നിൻ്റെ മകളാണ് എന്നറിഞ്ഞതിന് ശേഷം നിനക്ക് ഇത്രയ്ക്കും കുറ്റബോധമായത്. അപ്പോൾ മറ്റൊരു പെൺകുട്ടിയാണ് അലീനയുടെ സ്ഥാനത്ത് വന്നിരുന്നുവെങ്കിൽ നീ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് നീ സമ്മതിച്ച് തരില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കമൽ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ തെറ്റല്ലല്ലോ. കാരണം കമലയെ സംബന്ധിച്ച് കമലയുടെ മകളല്ലല്ലോ അലീന, നാത്തൂൻ്റെ മകളല്ലേ, അതായത് ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾ. അങ്ങനെയുള്ള കമലയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാലോ അല്ലേ വൈജയ്? നിനക്കിപ്പോൾ നിൻ്റെ മകളോട് കമല ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഉണ്ടായ വിഷമത്തിൻ്റെ പേരിലാണ് നീ ഈ പറയുന്നതെല്ലാം. ഞാനൊന്നും തർക്കിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നില്ല ശിവേട്ട. എനിക്ക് എന്നെക്കൊണ്ടാവുന്നത്, അതായത് അലീനയ്ക്ക് മനുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അത് അലീനയുടെ വാക്കിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കമലയിടത്തി വന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിഷമത്തിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് കമലയിടത്തിക്ക് ആ വാക്കുകളൊക്കെ കൊടുത്തത്. അല്ലാതെ മനു വിചാരിക്കുന്നത് പോലെ അവൾക്ക് മനുവിനോട് ഒരു ഇഷ്ടക്കുറവുമില്ല. മനു അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവനിവിടെ വന്നപ്പോഴും അലീന അതേ രീതിയിലൊക്കെ തന്നെ സംസാരിച്ച് പോയതുകൊണ്ട് അവനും വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ്. ഇതിന് ശിവേട്ടന് മാത്രമാണ് ഒരു തീർപ്പുണ്ടാക്കാൻ കഴിയുക. കാരണം ബാലചന്ദ്രനോട് ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞത് എനിക്ക് അതിലിടപെടാൻ യോഗ്യതയില്ലെന്നാണ്, അതിനുള്ള അവസരം എനിക്ക് തരില്ലെന്നും. അങ്ങനെയുള്ള ബാലചന്ദ്രനോട് പിന്നെ ഞാൻ എന്ത് പറയാനാണ്? അല്ല, ഇതിൻ്റെ പേരിൽ നീ ബാലചന്ദ്രനുമായിട്ട് പിന്നെയും കൊമ്പ് കോർക്കാൻ നിന്നോ വൈജയ്? ഇല്ല ശിവേട്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. നിനക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നീ പറയാമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഇത് എങ്ങനെയെങ്കിലും അവസാനിച്ച് പോട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. നീ വീണ്ടും ബാലചന്ദ്രനോട് വർത്താനം പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് വൈജയ്. അത് എല്ലാവരെയും ഒരുപോലെ ദോഷം ചെയ്യും. കാരണം ബാലചന്ദ്രനും കുട്ടികളും ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ്. അത് നീയായിട്ട് ഇല്ലാതാക്കരുത്. അപ്പോൾ ശിവേട്ടനും പറയുന്നത് ഞാനാണ് ഈ വീട്ടിൽ പ്രശ്നം എന്നാണോ? നീ പ്രശ്നമാണെന്നല്ല പറഞ്ഞത്. നീയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ബാലചന്ദ്രനും കുട്ടികളും സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞതാണ്. അവരുടെ സന്തോഷത്തിൽ പങ്ക് കൊള്ളാനായിട്ട് നിനക്ക് പെട്ടെന്ന് കഴിയണേ എന്ന് നീ പ്രാർത്ഥിക്കുക. അത്രമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗംഗേട്ടൻ പോലും ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോഴും അയാൾ പറയുന്നത് നിന്നിലെന്ന് മാറ്റമുണ്ടാകുന്നു, നീ എന്ന് ഒരു സ്ത്രീയും അമ്മയായും പെരുമാറാൻ ശ്രമിക്കുന്നുവോ അന്നേ ബാലചന്ദ്രനും മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ എന്നാണ്. നീ അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അലീനയുടെയും മനുവിൻ്റെയും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ സമയത്ത് തന്നെ നടക്കും. ഇപ്പോൾ ഈ ഉണ്ടായ കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെച്ച് നടക്കാതിരുന്നാൽ മതി. ഇല്ല,
പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഞാൻ കമലയിടത്തിയെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ ശിവേട്ട? എടീ, കമലയുടെ വാക്കുകളൊന്നും നീ എടുക്കാൻ നിൽക്കണ്ടാന്ന്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് വൈജേ? കമല തോന്നുമ്പോൾ തോന്നുന്നത് പറയുന്ന ആളാണ്. ഇതിപ്പോൾ കമലയുടെ വാക്കിനൊന്നും ഈ കാര്യത്തിൽ ഒരു വിലയും വെക്കാൻ പോകുന്നില്ല. കാരണം ഒന്നിച്ച് ജീവിക്കുന്നത് മനുവും അലീനയുമാണ്. അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം. നീ വെറുതെ കമലയെ വിളിച്ച് നിൻ്റെയും അവളുടെയും BP ഒന്നും കൂട്ടാൻ നിൽക്കണ്ട. അല്ല, എൻ്റെ ഒരു സമാധാനത്തിന്. എന്നാൽ നീ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. കമലയുടെ വായിലിരിക്കുന്നത് കേൾക്കുമ്പോഴേ നിനക്ക് സമാധാനമുണ്ടാവുള്ളൂവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ നിന്നോട് ആരെന്ത് പറഞ്ഞാലും നിനക്ക് നിൻ്റേതായ തന്നിഷ്ടങ്ങളായിരുന്നുവല്ലോ അന്നും ഇന്നും എന്നും. അതൊക്കെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ബാലചന്ദ്രനും ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഓരോ വാശികൾ കൂടിക്കൂടി വരികയാണ്. കുട്ടികളോട് പറയുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കേ. ശിവേട്ട, ഞാനതിന് കമലയിടത്തിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല. കമലയിടത്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. നിന്നെക്കൊണ്ട് നടക്കുമെങ്കിൽ നീ പറഞ്ഞു നോക്കാൻ. എനിക്ക് വേറെ ഇതിൽ കൂടുതൽ നിന്നോടൊന്നും പറയാനില്ല വൈജയ്. അത് പറഞ്ഞുകൊണ്ട് ശിവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് വൈജ ആലോചിക്കുകയാണ്. കമലയിടത്തിയെ വിളിച്ചിട്ട് കമലയിടത്തിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? തൻ്റെ മകളെ പൂർണ്ണ മനസ്സോടുകൂടി തൻ്റെ മകൻ്റെ ഭാര്യയായി സ്വീകരിക്കണമെന്നോ, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഉത്തമയായൊരു മരുമകളായിട്ടായിരിക്കും ആ വീട്ടിലേക്ക് കയറി വരിക എന്നോ? അപ്പോളായിരുന്നു വൈജയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരുന്നത്. ബാലചന്ദ്രനോട് ഒരിക്കൽ കൂടി സംസാരിക്കണം അലീനയുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചിട്ട്. അവൾക്ക് അത്ര അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ, ഒരു ഡിഗ്രി തന്നെ ചെയ്യിക്കാനായിട്ട് ബാലചന്ദ്രനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. താൻ എന്തൊക്കെ പറഞ്ഞാലും തന്നേക്കാളേറെ ബാലചന്ദ്രൻ അലീനയെ സ്നേഹിക്കുന്നുണ്ടെന്ന് വൈജയ്ക്ക് ഉറപ്പായിരുന്നു. മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നത് വരേക്കും ശുഭരാത്രി.